വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. എല്ലാവരും ഉഷാറായിട്ടിരിക്കുന്നല്ലോ അല്ലേ? നമ്മുടെ ഇതാ ക്രിസ്മസ് എക്സാമിന് നല്ല തകൃതിയായിട്ട് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ഇനി അങ്ങോട്ടുള്ള സമയമെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം NMMSന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണെങ്കിലും ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക. ക്രിസ്മസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരാണ് കാണുക. കാരണം നിങ്ങൾക്ക് വരാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ഈ ഒരു ഒറ്റ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പം അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു ചാപ്റ്ററാണിത്, നമ്മുടെ വൈ ക്ലാസിഫിക്കേഷൻ, തരം തിരിക്കുന്നത് എന്തിന് എന്നുള്ളത്. അപ്പോൾ ഈ പാഠഭാഗം ക്രിസ്മസ് എക്സാമിനാണെങ്കിലും മെയിൻ എക്സാമിനാണെങ്കിലും നല്ലോണം വെയിറ്റേജ് വരുന്നതാണ്. അപ്പം അത് നല്ലോണം പഠിക്കുക, നല്ലോണം ഫോക്കസ് ചെയ്ത് പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യാം, ഈ ഒരു പാഠഭാഗത്തേക്ക് കിടക്കാം. അതിന് മുന്നേ നമ്മുടെ റിവിഷൻ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 1250 റുപ്പീസാണ്. അപ്പോൾ ഇതുവരെയുള്ള ക്ലാസ്സുകളും കോണ്ടന്റ് വീഡിയോസും അതുപോലെ തന്നെ വീഡിയോസ് ഒക്കെ ആക്സസിബിൾ ആയിരിക്കും. നിങ്ങൾക്കൊരു മോഡൽ ക്രിസ്മസ് എക്സാം ഒക്കെ അറ്റൻഡ് ചെയ്യണമെങ്കിൽ വേഗം തന്നെ നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. ഈ അവസരം മിസ്സാക്കാതിരിക്കുക. അപ്പം ഇന്ന് നല്ല രീതിയിൽ നോട്ട്സും PDF ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു ക്ലാസ് ആയിരിക്കും, ബാച്ചാണ്. സോ ഇതുവരെ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ നമ്മുടെ യോദ്ധ ബാച്ചിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക കേട്ടോ. അപ്പം മക്കളെ, എന്താണ് ഈ ക്ലാസിഫിക്കേഷൻ? നമുക്കറിയാം എല്ലാം ഇങ്ങനെ അലന്ന് കൊലന്ന് മൊത്തം ഇങ്ങനെ എന്ത് ചെയ്യാണ്, ഒന്നും അടുക്കും ചിട്ടയില്ലാതെ കിടന്ന് നമുക്ക് പഠിക്കാനാണെങ്കിലും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയാണെങ്കിലും ഒന്നും നല്ല നീറ്റായിരിക്കില്ല. പക്ഷേ ഇതേ സമയം നല്ല നീറ്റായിട്ട് അറിയുകയും ചെയ്ത് ഒന്ന് ക്ലാസിഫൈ ചെയ്തൊക്കെ വെക്കുമ്പം നമ്മൾ പഠിക്കാനുള്ള പുസ്തകം ഒരിടത്ത്, നമ്മുടെ പെൻസിൽ, അതുപോലെ മീൻസ് ഇറേസർ കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു ബോക്സിലിട്ട് വെക്കുന്നു. അങ്ങനെയെല്ലാം അറിയുകയും ചെയ്ത് വെക്കുക എന്ന് പറഞ്ഞാൽ വളരെ നല്ലൊരു കാര്യമാണ് അല്ലേ? അപ്പം ഇതേപോലെ തന്നെ ജീവജാലങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, തരം തിരിക്കുന്നുണ്ട്, ക്ലാസിഫിക്കേഷൻ നടത്തുന്നുണ്ട്. അപ്പം അവരുടെ ബോഡി ഫീച്ചേഴ്സും മോർഫോളജി, പുറമേ കാണുന്ന ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ഉള്ളിലുള്ള അനാട്ടമിക്കൽ ഫീച്ചേഴ്സ് ഒക്കെ വെച്ചിട്ട് നമ്മൾ ഈ ജീവജാലങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, തരം തിരിക്കുന്നുണ്ട്. ആ തരം തിരിക്കുന്നത് എങ്ങനെയാണെന്നും ഏത് രീതിയിലാണെന്നുമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാ മക്കളും ശ്രദ്ധിക്കാം. നമുക്ക് ഷേപ്പ്, ആകൃതി വെച്ച് നമുക്ക് തരം തിരിക്കാം, അല്ലെങ്കിൽ കളർ, നിറം വെച്ച് തരം തിരിക്കാം, സൈസ്, നമ്മുടെ വലിപ്പം വെച്ച് തിരിക്കാം, അല്ലെങ്കിൽ അവരെന്താണ് ഓരോ ചെയ്യുന്നത് യൂസ് വെച്ച് നമുക്ക് തരം തിരിക്കാം അല്ലേ? അപ്പോൾ ഇതേപോലെ തന്നെ ജീവജാലങ്ങളിൽ നമ്മൾ തരം തിരിക്കുന്നത് എങ്ങനെയാണ്, അവർക്ക് നഖങ്ങൾ, ക്ലോസ് ഉണ്ടോ, അതല്ലെങ്കിൽ അവരുടെ ഭംഗി, ബ്യൂട്ടി, സ്പീഡ്, വേഗത, ടൂത്ത്, അവരുടെ പല്ലുകൾ, ഇനി അവർക്ക് രോമമുണ്ടോ, വിങ്സ്, ചിറകുകളുണ്ടോ, ഇതൊക്കെ നോക്കിയിട്ട് ജീവജാലങ്ങൾ എന്ത് ചെയ്യാം, നമുക്ക് തരംതിരിക്കാൻ പറ്റും. സോ അതുപോലെ തരം തിരിക്കുന്നതിനെ പറ്റിയാണ് നമ്മൾ പാഠഭാഗത്ത് ആദ്യം കാണുന്നത്. അതായത് ചിറകുള്ള ജീവികളുണ്ട് അല്ലേ? ചിറകുള്ള ജീവികളുണ്ട്, കുറേ കാലുകളുള്ള ജീവികളുണ്ട്, ഇനി കാലൊന്നും ഇല്ലാത്ത ജീവികളുണ്ട്, പറക്കാനും നടക്കാനും പറ്റുന്ന ജീവികളുണ്ട് അല്ലേ? അപ്പം ഇതുപോലെ പല കാറ്റഗറി വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ജീവജാലങ്ങളെ തരം തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം, വിങ്സ് ഉള്ളത്, വിങ്സ് ഇല്ലാത്തതിന് നമുക്ക് ഇതുപോലെ കുറേ ജീവജാലങ്ങൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ വിങ്സ് ഉള്ളത്, വിങ്സ് ഇല്ലാത്തതെന്ന് തരം തിരിക്കാം. ചിറകുള്ളവ, ചിറകില്ലാത്തവ. അതിൽ നിന്ന് വീണ്ടും തരം തിരിക്കുമ്പോഴോ പെയർ ഓഫ് ഒബ്സർവബിൾ വിങ്സ് ഉള്ളത്, ഒരു പേരുള്ളവരുണ്ട്, 2 പേരുള്ളവരെ നമുക്ക് തരംതിരിക്കാം. ഇനിയോ ലെഗ്സ് വിത്ത് ഈക്വൽ ലെങ്ത് അല്ലേ, ലെഗ്സ് വിത്ത് അൺഈക്വൽ ലെങ്ത്. കാലുകൾക്ക് ഒരേ നീളമുള്ളതും കാലുകൾക്ക് വ്യത്യസ്ത നീളമുള്ളതിനെ നമുക്ക് തരംതിരിക്കാം. ഇനി ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ചിറകുള്ളവർ നമുക്ക് തരംതിരിക്കാം, തുമ്പീനെ. ഇനി നോൺ ട്രാൻസ്പെറൻറ്റ്, പല കളർഫുൾ ആയിട്ടുള്ള വിങ്സ് വരെ നമുക്ക് പൂമ്പാറ്റിനെ തരംതിരിക്കാം. അപ്പം ഇതുപോലെ വിങ്സ്, ചിറകുകളുടെ പ്രത്യേകത, കാലുകളുടെ പ്രത്യേകത, ചിറകുകളുടെ എണ്ണം വെച്ചൊക്കെ ജീവജാലങ്ങളെ നമുക്ക് കിട്ടിയാൽ അതിനെ നമ്മൾ തരംതിരിക്കുന്നുണ്ട് അല്ലേ? അപ്പം എന്തിനാണ് നമ്മൾ ക്ലാസിഫിക്കേഷൻ നടത്തുന്നത്? അപ്പം ഈ ജീവജാലങ്ങളെയൊക്കെ മനസ്സിലാക്കാനും ഐഡൻറ്റിഫൈ ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവരെ ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പം നമ്പർ ഓഫ് ഓർഗാനിസം, അവരുടെ സ്പെസിഫിക് ഇൻഡിക്കേഷൻസ്, ഒരു പ്രത്യേക സൂചകങ്ങൾ വെച്ചിട്ട് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ജീവജാലങ്ങളെ തരംതിരിക്കുന്നത്. അപ്പം അതിൽ ഒന്നാമത്തെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണെന്ത്, ടാക്സോണമിക് കീകൾ എന്ന് പറയുന്നത്. എന്താണ് ടാക്സോണമിക് കീ? ടാക്സോണമിക് കീ ആർ ദി സയൻറ്റിഫിക് ഇൻഡിക്കേറ്റേഴ്സ് യൂസ്ഡ് ഫോർ ഐഡൻറ്റിഫൈ ആൻഡ് ക്ലാസിഫൈയിങ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. ജന്തു ജീവജാലങ്ങളെ, സസ്യങ്ങളെയൊക്കെ തരംതിരിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് സൂചകങ്ങളെയാണ് ടാക്സോണമിക് കീകൾ എന്ന് പറയുന്നത്. വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടാക്സോണമിക് കീ ഈസ് ഡൈക്കോട്ടമസ് കീ. ഡൈക്കോട്ടമസ് കീ എന്ന് പറയുന്ന പ്രത്യേകം ഒരു കീ ഉണ്ട്. അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ജീവജാലങ്ങളെ തരംതിരിക്കാൻ പറ്റും. അപ്പം അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഡൈക്കോട്ടമസ് കീയിൽ ഓരോ സൂചകവും 2 തിരഞ്ഞെടുക്കൽ സാധ്യതകൾ ഉണ്ടാകും. അതായത് ഈച്ച് ഇൻഡിക്കേറ്റർ ഇൻ ദ കീ ഹാസ് 2 പോസിബിലിറ്റി ഓഫ് സെലക്ഷൻ. നമുക്ക് ഓരോന്നിനും തരംതിരിപ്പം വിങ്സ് ഉള്ളവ, ഇല്ലാത്തവ, ട്രാൻസ്പെറൻറ്റ് വിങ്സ് ഉള്ളവ, ഇല്ലാത്തവ, അതല്ലെങ്കിൽ കളർഫുൾ വിങ്സ്, നല്ല നിറമുള്ള ചിറകുള്ളവ, ഇല്ലാത്തവ, അങ്ങനെ ഉള്ളവ, ഇല്ലാത്തവ, അല്ലെങ്കിൽ 2 എണ്ണം ഉള്ളവ, 2 എണ്ണം ഇല്ലാത്തവ. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു, 2 പെയറാക്കി ഇതിനെ തിരിക്കുന്നു. സോ ബൈ ചൂസിങ് പെക്യുലാരിറ്റി ഓഫ് ഓർഗാനിസം ടു ബി ഐഡൻറ്റിഫൈ ആൻഡ് പ്രൊസീഡിങ് സിസ്റ്റമാറ്റിക്കലി വൺ ക്യാൻ ഐഡൻറ്റിഫൈ ആൻഡ് ക്ലാസിഫൈ ദ ഓർഗാനിസം. നമ്മളിപ്പോൾ ഇതുപോലെ ഓരോ പെയർ വെച്ചിട്ട്
വിങ്സ് ഉള്ളവ ഇല്ലാത്തവയും തരംതിരിച്ചു. അതിൽ നിന്ന് തന്നെ പിന്നെ എന്ത് ചെയ്യും, ട്രാൻസ്പെറൻ്റ് ആണോ ട്രാൻസ്പെറൻ്റ് അല്ല, സുതാര്യമായതാണോ സുതാര്യമല്ലാത്തതാണോ എന്ന് തരംതിരിച്ചു. ഇതുപോലെ ഓരോന്നിനെയും നമ്മൾ ഉണ്ട് ഇല്ല എന്ന് തരംതിരിച്ച് വരുമ്പം നമുക്ക് അവസാനം എവിടെ എത്താൻ പറ്റും, ആ ജീവജാലങ്ങളിലെ ഓരോ ഫീച്ചറിലേക്ക് എത്താൻ പറ്റും. സോ ടാക്സോണമിക് കീ ആർ കണ്ടിന്യൂസ്ലി റിവൈസ്ഡ് ബൈ ഇൻക്ലൂഡിങ് പെക്യുലാരിറ്റീസ്. പുതുതായിട്ട് കണ്ടെത്തിക്കൊണ്ടിരിക്കുന്ന ജീവികളുടെ സവിശേഷതകൾ ഉൾപ്പെടുത്തി ടാക്സോണമിക് കീകൾ എന്ത് ചെയ്യുന്നു, നിരന്തരം നമ്മൾ പുതുക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പം ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ടാക്സോണമിക് അവരെ മനസ്സിലാക്കുന്ന സൂചകങ്ങളെ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവരെ മനസ്സിലാക്കിയെടുക്കുന്നത്. അപ്പം ടാക്സോണമി വർഗീകരണ ശാസ്ത്രം എന്താണെന്ന് നോക്കാം. ഐഡന്റിഫൈ ഓർഗാനിസം, ക്ലാസിഫൈ ദം ഓൺ ദി ബേസിസ് ഓഫ് സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസസ്, നെയിം ദം സയന്റിഫിക്കലി. ജീവികളെ നമ്മൾ എന്ത് ചെയ്യുന്നു, തിരിച്ചറിഞ്ഞ് സമാനതകളുടെയും വ്യത്യാസങ്ങളുടെയും അടിസ്ഥാനത്തിൽ തരംതിരിക്കുകയും ശാസ്ത്രീയമായി ഇവയ്ക്ക് പേര് നൽകുകയും ചെയ്യുന്ന ഒരു ശാസ്ത്രീയ ശാഖയാണ് എന്താ, വർഗീകരണ ശാസ്ത്രം എന്ന് പറയുന്നത്. ഓരോ ജീവിയുടെയും പ്രത്യേകതകൾ പുറമേ ആണെങ്കിലും ആന്തരികമായിട്ടും എക്സ്റ്റേണലി അല്ലെങ്കിൽ ഇന്റേണലി ഉള്ള ഫീച്ചേഴ്സിനെയും അവരുടെ ജനറ്റിക് കോൺസ്റ്റന്റ്, അവരുടെ പരിണാമഘട്ടങ്ങൾ, അതുപോലെ തന്നെ അവരുടെ നമ്മൾ പറയുന്ന ജനറ്റിക്സ് വിശദീകരിച്ചുകൊണ്ട് അവരുടെ ഓരോ പ്രത്യേകതകളെ മനസ്സിലാക്കിക്കൊണ്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ അവരെ തരംതിരിക്കാൻ തുടങ്ങും. സോ അതിനെക്കുറിച്ച് തരംതിരിച്ചതിനെ പറ്റി അല്ലെങ്കിൽ ഈ പറയുന്ന ക്ലാസിഫിക്കേഷൻ വർഗീകരണത്തെ പറ്റി പഠിക്കുമ്പോൾ ആദ്യം നമ്മൾ പഠിക്കേണ്ടത് അവരുടെ ശാസ്ത്രജ്ഞന്മാർ, സയൻറ്റിസ്റ്റിനെ പറ്റിയിട്ടാണ്. ആദ്യം നമ്മൾ പഠിക്കുന്നത് അരിസ്റ്റോട്ടിലാണ്. ഹി ഈസ് ദ ഫാദർ ഓഫ് ബയോളജി, ജീവശാസ്ത്രത്തിൻ്റെ പിതാവാണ്. ആദ്യമായിട്ട് ജീവജാലങ്ങളെ തരംതിരിച്ചത് അരിസ്റ്റോട്ടിലാണ്. റെഡ് ബ്ലഡ് സെൽസ് ഉള്ളവ ഇല്ലാത്തവ, ചുവന്ന രക്തമുള്ളവ അല്ലാത്തവ എന്നിങ്ങനെയാണ് അരിസ്റ്റോട്ടിൽ ആദ്യമായിട്ട് തരംതിരിച്ചത്. ഹി ഈസ് ദി ഫാദർ ഓഫ് ബയോളജി, ജീവശാസ്ത്രത്തിൻ്റെ പിതാവ്. രണ്ടാമത്തേതാണ് നമ്മുടെ തിയോഫ്രാസ്റ്റസ്, ഫാദർ ഓഫ് ബോട്ടണി, സസ്യശാസ്ത്രത്തിൻ്റെ പിതാവ്. ഇദ്ദേഹം ആനുവൽസ്, ബൈനിയൽസ്, പെരീനിയൽസ്, ഏകവർഷികൾ, ദ്വിവർഷികൾ, ബഹുവർഷികൾ എന്നിങ്ങനെ ജീവജാലങ്ങളെ തരംതിരിച്ചു. മൂന്നാമത്തേതെന്ന് പറയുന്നത് നമ്മുടെ മൂന്നാമത്തെ എന്ന് പറയുന്നത് നമ്മുടെ ചരകനാണ്. ചരകൻ എന്ന് പറയുന്ന ആയുർവേദത്തിൻ്റെ പിതാവാണ്. നമ്മുടെ ഔഷധ നോക്കിയുള്ള ചെടികളെ പറ്റി കണ്ടെത്തി അതിനെപ്പറ്റി പഠിക്കുകയും പുസ്തകം എഴുതിയതും ചരകനാണ്. ഫാദർ ഓഫ് ആയുർവേദ, ആയുർവേദത്തിൻ്റെ പിതാവ്. ചരക സംഹിത അദ്ദേഹത്തിൻ്റെ പുസ്തകമാണ്, ചരക സംഹിത. നാലാമത്തേത് നമ്മുടെ ജോൺ റേ ആണ്. ജോൺ റേ അദ്ദേഹം ഹിസ്റ്റോറിയ ജെനാറിസ് പ്ലാന്റാരം എന്നൊരു പുസ്തകം എഴുതി. ഏകദേശം 18,000 പരം സസ്യങ്ങളുടെ പേരുകൾ അതിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. സ്പീഷ്യസ് എന്ന പദം ആദ്യമായി കണ്ടെത്തിയത് ആരാണ്, നമ്മുടെ ജോൺ റേ ആണ്. ഫസ്റ്റ് യൂസ്ഡ് ദ ടേം സ്പീഷ്യസ് ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്, നമ്മുടെ ജോൺ റേ ആണ്. ഇനിയുള്ളത് നമ്മുടെ അഞ്ചാമത്തെ ആളാണ് കാൾ ലീനിയസ്, അല്ലേ. ടാക്സോണമി എന്ന് നമ്മൾ കേൾക്കുമ്പോൾ തന്നെ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട പേര് ആരാണ്, നമ്മുടെ കാൾ ലീനിയസ് ആണ്. ഹീസ് ദ ഫാദർ ഓഫ് മോഡേൺ ടാക്സോണമി, ആധുനിക വർഗീകരണ ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് കാൾ ലീനിയസ് ആണ്. സജസ്റ്റഡ് ടാക്സോണമിക് ഹൈറാർക്കി, വർഗീകരണ തലങ്ങളെ പറ്റി പഠിച്ചതും മുന്നോട്ട് കൊണ്ടുവന്നതും കാൾ ലീനിയസ് ആണ്. പ്രപ്പോസ്ഡ് ബൈനോമിയൽ നോമെൻക്ലേച്ചർ, ദ്വിനാമ പദ്ധതി ആവിഷ്കരിച്ചതും നമ്മുടെ കാൾ ലീനിയസ് ആണ്. അപ്പോൾ ഇവിടെ ചോദ്യം നമുക്ക് നോക്കാം. Rewrite the following sentence correctly if there is any error in the underlined part. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ തിരുത്താനാണ്. അരിസ്റ്റോട്ടിൽ, അതുപോലെ മൊനീറ, റോബർട്ട് എച്ച് വിറ്റേക്കർ. ഓക്കെ, നമുക്ക് ആദ്യത്തെ മാത്രം നോക്കാവേ. അരിസ്റ്റോട്ടിൽ ഈസ് നോൺ ആസ് ഫാദർ ഓഫ് ബോട്ടണി, തെറ്റല്ലേ. അരിസ്റ്റോട്ടിൽ ആണോ? അല്ല, തിയോഫ്രാസ്റ്റസ് ആണ്. തിയോഫ്രാസ്റ്റസ് ആണ് സസ്യശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്, തിയോഫ്രാസ്റ്റസ്. അപ്പോൾ അത് തെറ്റാണ്. ബാക്കി രണ്ട് ചോദ്യം നമ്മൾ അടുത്ത് പഠിച്ചിട്ട് എഴുതുക. അപ്പോൾ ടാക്സോണമിക് ഹൈറാർക്കി കാൾ ലീനിയസ് മുന്നോട്ട് കൊണ്ടുവന്നാണ് നിർദ്ദേശിച്ച വർഗീകരണ തലങ്ങൾ എന്ന് പറയുന്നത്. അപ്പം ജീവജാലങ്ങളെ തരംതിരിക്കാൻ വേണ്ടി അവയെ നമ്മൾ ഓരോ തട്ടാക്കി എന്ത് ചെയ്തു, പ്ലേസ് ചെയ്തു. ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ നമ്മളൊരു ക്ലാസ്, നമ്മളൊരു ഇൻഡിവിജ്വലാണ്, നമ്മളിരിക്കുന്ന ഒരു ക്ലാസ് മുറി, അതിൽ നിന്നൊരു ഡിവിഷൻ ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ സ്കൂളിൽ നിന്ന് പിന്നെന്താ നമ്മൾ ഓരോ ലെവലിലേക്ക് പോകുമ്പോൾ സബ് ഡിസ്ട്രിക്റ്റ്, സ്റ്റേറ്റ്, അങ്ങനെ ലെവലിൽ പോവില്ലേ. ഇതേപോലെ തന്നെ നമ്മൾ എല്ലാ ജീവജാലങ്ങളെയും ഒരു വർഗീകരണ തലം തീരുമാനിച്ചു. അതാണ് ഏറ്റവും ലോവർ ടേം അല്ലെങ്കിൽ ഏറ്റവും അടിസ്ഥാന ലെവൽ എന്ന് പറയുന്നത്, ബേസിക് ലെവൽ എന്ന് പറയുന്നത് സ്പീഷീസ് ആണ്. സ്പീഷീസ് കഴിഞ്ഞാൽ ജീനസ്, പിന്നെ ഫാമിലി,
ഓർഡർ, ക്ലാസ്, ഫൈലം, കിങ്ഡം. ഇതാണ് നമ്മുടെ ഓർഡർ എന്ന് പറയുന്നത്. സ്പീഷ്യസ്, ജീനസ്, ഫാമിലി, ഓർഡർ, ക്ലാസ്, ഫൈലം, കിങ്ഡം. അപ്പം ജീവജാലങ്ങളെ അല്ലെങ്കിൽ ജന്തുക്കളെ തരംതിരിക്കാൻ അദ്ദേഹം ഉപയോഗിച്ച വർഗീകരണ തലങ്ങൾ, ടാക്സോണമിക് ഹൈറാർക്കിയാണ് എന്ത് ഈ ഒരു ഓർഡറിൽ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഓർഡർ നിങ്ങൾ പഠിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് നമ്മൾ ഓരോന്നിനെയും ജീവജാലങ്ങളെ തരംതിരിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും കിങ്ഡം ആനിമേലിയ, ഫൈലം കോർഡേറ്റ, ക്ലാസ് മമീലിയ, ഓർഡർ കാർണിവോറ, ഫാമിലി ഫെലിഡേ, ജീനസ് ഫെലിസ്, സ്പീഷ്യസ് ഡൊമസ്റ്റിക്കസ്. ഒരു പൂച്ചയുടെ വർഗീകരണ തലമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിലെല്ലാ ജന്തുക്കളെയും എന്ത് ചെയ്തു? കിങ്ഡം ആനിമേലിയയിൽ വരും. അതിൽ തന്നെ എന്ത് ചെയ്യുന്നു? നട്ടലുള്ളവരെ കോർഡേറ്റയിൽ വരും. പാലൂട്ടി വളർത്തുന്നവരെ നമ്മൾ ക്ലാസ് മമ്മീലയിൽ ഉൾപ്പെടുത്തും. അതിൽ തന്നെ നല്ല നഖങ്ങളൊക്കെയുള്ള മാംസം ഭോജിക്കുന്നവരെ കാർണിവോറയിൽ ഉൾപ്പെടുത്തും. അതിൽ തന്നെ നമ്മൾ എന്ത് ചെയ്തു? ഫാമിലി ഫെലിഡയിലേക്ക് കൊണ്ടുവന്നു, കുറച്ച് ഗ്രൂപ്പായിട്ട് തിരിച്ചവരെ. പിന്നെയോ അതിൽ തന്നെ ജീനസ്, പൂച്ചയുടെ വെച്ച് സൈസ് കുറഞ്ഞിട്ടുള്ള കാർണിവോറസുകളിൽ ഫാമിലി ഫെലിഡയിൽ വന്നവരെ നമ്മൾ എന്ത് ചെയ്തു? ഫെലിസ് ഉൾപ്പെടുത്തി. അതിൽ തന്നെ നാടൻ പൂച്ചയാണെന്ത്? ഫാമിലി ഡൊമസ്റ്റിക്കസ് എന്ന് പറയുന്നത്, സ്പീഷ്യസ് ഡൊമസ്റ്റിക്കസ്. അങ്ങനെ നമുക്ക് പൂച്ചയുടെ പേരെന്തായിട്ട് എഴുതാം? ഫെലിസ് ഡൊമസ്റ്റിക്കസ് എന്ന് എഴുതാം. അപ്പോൾ പേരിലേക്ക് വരുന്നതിന് മുന്നേ ഈ വർഗീകരണ തരം നിങ്ങൾ പഠിച്ചു വെക്കാം. KPCO5 അപ്പോൾ GST KPCO5 ഇപ്പോൾ ജനറേറ്റർ ഓണാക്കാൻ സ്പീഷ്യസ് പോയി എന്നിങ്ങനെ പഠിച്ചു വെച്ചോ, നിങ്ങൾക്ക് എളുപ്പമുണ്ടാകും. സോ കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷ്യസ്. ഇനി ടാക്സോണമി ഹൈറാർക്കി വർഗീകരണ തലം സസ്യങ്ങളിൽ കുറച്ചുകൂടെ വ്യത്യാസമുണ്ട്. അതിൻ്റെ ഓർഡർ ഇതാ കിങ്ഡം പ്ലാന്റയാണ് വരിക. ഫൈലം, ക്ലാസ്, ഓർഡറിന് പകരം ഇവിടെ സീരീസാണ്. പിന്നെ ഫാമിലി, ജീനസ്, സ്പീഷ്യസ്. അതിൽ കോക്കനട്ടിൻ്റെ, കൊക്കോസ്, ന്യൂസിഫറുടെ ഒരു ടാക്സോണമി ഹൈറാർക്കി കൊടുത്തിട്ടുണ്ട്. മാഞ്ചിഫർ ഇൻഡിക്ക നമ്മുടെ മാങ്ങയുടെയും ഒരു ടാക്സോണമി ഹൈറാർക്കിയാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഓർഡർ നിങ്ങൾ പഠിച്ച് വെക്കണം. ഓർഡർ തന്നിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കും, മിസ്സിംഗ് വേർഡായിട്ട് ചോദിക്കും, മാച്ച് ഫോളോയിങ് ആയിട്ട് അല്ലെങ്കിൽ പെയർ കറക്റ്റ് ഫോം ചെയ്യാനും ചോദിക്കുന്നതാണ്. അപ്പോൾ അവിടെ ഫാമിലി നമ്മൾ പൂച്ചയുടെ പഠിച്ചു അല്ലേ, അതുപോലെ തന്നെ ഇവിടെ എന്ത് ചെയ്യുക? കോക്കനട്ടിൻ്റെയും മാംഗോൻ്റെയും പഠിച്ചു വെക്കുക. അപ്പോൾ പലരുടെയും സയൻറ്റിഫിക് നെയിം നമ്മളിപ്പോൾ ഉപ്പൻ, ചെമ്പോത്ത്, ചകോരം എന്ന് ഈ പറയുന്നതിന് പറയും. അതുപോലെ വട്ട, പൊടുക്കണ്ണി, ഉപ്പുത്തി. പിന്നെ ഇതാ നമ്മൾ കപ്പളത്തിന് പപ്പായ, കപ്പളങ്ങ, കർമൂസ, ഓമയ്ക്ക എന്ന് പറയും. ഇതുപോലെ പഴുതാരിക്ക് കരിങ്കണ്ണി, കൽക്കുണ്ടൻ, ചെത്തുംപോരം എന്നൊക്കെ പല രീതിയിലാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പം ഇങ്ങനെ പല പേരുള്ളത് കൊണ്ട് സയൻറ്റിഫിക്കലി നമുക്ക് ഒരു പേര് വെച്ചാലേ എല്ലായിടത്തും ചെന്നാലും നമുക്ക് അതിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഇങ്ങനെ പല നാട്ടിൽ പല പേരുള്ളത് മാറ്റാൻ വേണ്ടിയിട്ടാണ് കാൾ ലീനിയസ് എന്ത് കൊണ്ടുവന്നത്? ബൈനോമിയൽ നോമൻക്ലേച്ചർ അല്ലെങ്കിൽ ദ്വിനാമ പദ്ധതി കൊണ്ടുവന്നത്. ബൈനോമിയൽ നോമൻക്ലേച്ചർ അല്ലെങ്കിൽ ദ്വിനാമ പദ്ധതി കൊണ്ടുവന്നത്. അപ്പോൾ കാൾ ലീനിയസ് ആണ് ബൈനോമിയൽ നോമൻക്ലേച്ചർ കൊണ്ടുവന്നത്. കാൾ ലീനിയസിൻ്റെ അതായത് ഫസ്റ്റ് വേർഡ് ഓഫ് സയൻറ്റിഫിക് നെയിം ഇൻഡിക്കേറ്റ് ജീനസ്, സെക്കൻഡ് വേർഡ് ഇൻഡിക്കേറ്റ് സ്പീഷ്യസ് ആൻഡ് സയൻറ്റിഫിക് നെയിം ഓഫ് ഓർഗാനിസം സെയിം ഓൾ ഓവർ ദ വേൾഡ്. ലോകത്തെ എല്ലായിടത്തും ഈ ഒരു സയൻറ്റിഫിക് നെയിം എന്താണ്? അപ്രൂവലാണ്. ആൻഡ് സയൻറ്റിഫിക് നെയിം ഓഫ് ഹ്യൂമൻ ബീങ്സ് ഈസ് ഹോമോ സാപ്പിയൻസ്. അപ്പം നമ്മൾ പേര് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോ, നമ്മൾ കൊക്കോസ് ന്യൂസിഫറ എന്നാണ് തേങ്ങയ്ക്ക് പറയുന്നത് അല്ലേ, തെങ്ങിന് പറയുന്നത്. അപ്പം അതിൽ ഈ കൊക്കോസ് എന്ന് പറയുന്നത് ജീനസ് നെയിമാണ്, ജീനസ് പേരും. ന്യൂസിഫറ എന്ന് പറയുന്നത് എന്താണ്? സ്പീഷ്യസ് നെയിമുമാണ്. ഓക്കെ, സ്പീഷ്യസ് നെയിമുമാണ്. അപ്പോൾ ആദ്യത്തേത് ജീനസും രണ്ടാമത്തെ സ്പീഷ്യസുമാണ്. അങ്ങനെയാണ് നമ്മൾ സയൻറ്റിഫിക് നെയിം ഈ ഒരു ദ്വിനാമ പദ്ധതി കൊടുക്കുന്നത്. മാത്രമല്ല ഇതിൽ ആദ്യത്തേത് എഴുതുമ്പം ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കും. അതായത് ജീനസിൻ്റെ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ആയിരിക്കും, പിന്നെ സ്മോൾ ആയിരിക്കും, പിന്നെ ഒരു സ്പേസ് വിട്ടിട്ടാണ് സ്പീഷ്യസ് ചെയ്താൽ സ്പീഷ്യസിൻ്റെ ആദ്യം എന്തായിരിക്കും? അതും സ്മോൾ ലെറ്റർ തന്നെയായിരിക്കും. ഓക്കെ, അപ്പോൾ ക്യാപിറ്റൽ, ഇവിടെ സ്മോൾ ലെറ്റർ, രണ്ടിൻ്റെ ഇടയിൽ സ്പേസ് ഉണ്ട്. മാത്രമല്ല ഇതിനെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് അണ്ടർലൈനും ചെയ്യും. അപ്പോൾ ഈ രീതിയിലാണ് ഒരു സയൻറ്റിഫിക് നെയിം എഴുതാൻ നിങ്ങൾ പഠിക്കേണ്ടത്. മാഞ്ചിഫെറ ഇൻഡിക്ക. അപ്പം മാഞ്ചിഫെറ ഇൻഡിക്ക ക്യാപിറ്റൽ ലെറ്റർ എഴുതുക, ഇവിടെ സ്മോൾ ലെറ്റർ എഴുതുക, രണ്ടിനും സ്പേസ് കൊടുക്കുക, രണ്ടിനും സെപ്പറേറ്റ് ആയിട്ട് അണ്ടർലൈനും ചെയ്യാം. അപ്പോൾ പല ജീവജാലങ്ങളുടെ സയൻറ്റിഫിക് നെയിം ഇവിടെ കൊടുത്തിട്ടുണ്ട്. എലഫൻ്റ്, എലിഫസ് മാക്സിമസ്, ഡോഗ് കാനസ് ഫെമിലാരിസ്, ഹിബിസ്കസ് റോസ സൈനസ്. ചെമ്പരത്തിയാണിത്, ചെമ്പരത്തി. അതുപോലെ നീം ആര്യവേപ്പാണ്, ആര്യവേപ്പിന് അസഡറിക്റ്റ ഇൻഡിക്ക എന്ന് പറയും. പാഡി നെല്ലിന് നമ്മൾ പറയുന്നതാണ് ഒറൈസ സറ്റേവ. അതുപോലെ കണിക്കൊന്നയ്ക്കാണ് കഷിയ ഫിസ്റ്റുല, കാക്കയ്ക്ക് കോർവസ് പ്ലെൻറ്റൻസ്, അതുപോലെ ബോസ്റ്റോറസ് ആണെന്ന് പശുവിന് വരുന്നത്. അപ്പോൾ ഇതൊക്കെ NMMSന് കൂടുതലും ചോദിക്കുന്നതാണ്. നമ്മുടെ ക്രിസ്മസ് എക്സാമിനും ആദ്യം ഫസ്റ്റ് 1 മാർക്കിന് ചോദിക്കുന്ന ഭാഗമാണിത്, നിർബന്ധമായിട്ടും പഠിക്കാം.
പിന്നെയുള്ള പ്രധാനപ്പെട്ടതാണെന്ത് നമ്മുടെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ, 5 കിങ്ഡം വർഗീകരണം എന്ന് പറയുന്നത്. ഇത് കൊണ്ടുവന്നത് നമ്മുടെ റോബർട്ട് എച്ച് വിറ്റാക്കർ ആണ്. R.H. വിറ്റാക്കർ, റോബർട്ട് എച്ച് വിറ്റാക്കർ ആണ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പഠിച്ചത്. ഈ ടേബിൾ മസ്റ്റായിട്ട് പഠിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, മൊനീറ, പ്രൊട്ടിസ്റ്റ, ഫഞ്ചൈ, പ്ലാന്റ്, ആനിമേലിയ. അതായത് കാൾ ലീനിയേഴ്സ് കൊണ്ടുവന്ന ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ കിങ്ഡം പ്ലാന്റേയും കിങ്ഡം ആനിമേലിയ അത്രയേ ഉള്ളൂ. പക്ഷെ 5 കിങ്ഡത്തിലാണ് കിങ്ഡം മൊനീറ, പ്രൊട്ടിസ്റ്റ, ഫഞ്ചൈ, പ്ലാന്റ്, ആനിമേലിയ എന്നിങ്ങനെ 5 കിങ്ഡം വർഗീകരണം വന്നത്. അപ്പം മൊനീറയിൽ കൂടുതലായിട്ടും ബാക്ടീരിയനെയാണ് നമുക്ക് കാണാൻ പറ്റുക. അവർ യൂണിസെല്ലാർ ഓർഗാനിസം വിത്തൗട്ട് ന്യൂക്ലിയസ്, ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവികളാണ് ഇവിടെ വരിക, നമ്മുടെ കിങ്ഡം മൊനീറയിൽ വരിക. പ്രൊട്ടിസ്റ്റയിലേക്ക് വരുമ്പോഴോ അത് അമീബയുടെ ഗ്രൂപ്പാണ്. യൂണിസെല്ലാർ ഓർഗാനിസം വിത്ത് ന്യൂക്ലിയസ് ആണ്, ന്യൂക്ലിയസോട് കൂടിയ ഏകകോശ ജീവികൾ. അപ്പം പ്രോക്യാരിയോട്ടാണ് ഇവിടെ വരിക. ബാക്ടീരിയ എന്ന് പറയുന്നത് പ്രോക്യാരിയോട്ടാണ്, മൊനീറ എന്ന് പറയുന്നത് പ്രോക്യാരിയോട്ടാണ്. ബാക്കിയെല്ലാം എന്താണ്? യൂക്യാരിയോട്ടുകളാണ്. അപ്പോൾ യൂക്യാരിയോട്ടുകളാണ്. ന്യൂക്ലിയസ് ഉള്ളവർ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കിക്കോളൂ, അത് യൂക്യാരിയോട്ടുകളാണ്. ഇനി ഫഞ്ചൈ എന്ന് പറഞ്ഞാൽ മഷ്റൂംസ് വരുന്നതാണ്. നോൺ മോട്ടൈൽ, ഹെട്രോഫിലിക്, യൂണിസെല്ലാർ ആൻഡ് മൾട്ടി സെല്ലാർ ആണ്. അവർക്ക് സഞ്ചരിക്കാൻ കഴിവില്ലാത്തതാണ്, പരപോഷികളാണ്, ചിലത് ഏകകോശ ജീവികളാണ്, ബഹുകോശ ജീവികളും ഉണ്ട്. അപ്പോൾ പല രീതിയിൽ നമുക്ക് ഫംഗസുകളെ കാണാം. പ്ലാന്റ് എന്ന് പറഞ്ഞാൽ സസ്യങ്ങളാണ്, അവരെവിടെ വരും? സ്വപോഷികളാണ്, സഞ്ചാരശേഷി ഇല്ലാത്തവയാണ്, ബഹുകോശ ജീവികളാണ്. ആനിമൽസ് എന്ന് പറഞ്ഞാൽ ഹെട്രോട്രോഫിക്, മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്ത് ഫുഡ് കഴിക്കുന്നവരാണ്. അവർക്ക് എന്തിൻ്റെ ലോക്കോമോഷന് പറ്റും, മൂവ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ളവരാണ് ആനിമേലിയ എന്ന് പറയുന്നത്. അപ്പം ഈ 5 കിങ്ഡം നിർബന്ധമായിട്ടും പഠിക്കണം, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് കഴിഞ്ഞ് പിന്നെ വന്നിട്ടുള്ളതാണ് നമ്മുടെ 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നത്, 6 കിങ്ഡം വർഗീകരണം കൊണ്ടുവന്നത്, 6 കിങ്ഡം വർഗീകരണം കൊണ്ടുവന്നത് നമ്മുടെ കാൾ വൗസ് ആണ് കേട്ടോ. കാൾ വൗസ് ആണ്. അപ്പോൾ പാസ്റ്റ് നോളജ് ഓഫ് പെക്യുലാരിറ്റി ഓഫ് മൈക്രോ ഓർഗാനിസം ലൈക്ക് ബാക്ടീരിയ വാസ് ലിമിറ്റഡ്. ലേറ്റർ ഇറ്റ് വാസ് ഫൗണ്ട് ദാറ്റ് ആർക്കിബാക്ടീരിയ ബിലോങ് ടു കിങ്ഡം മൊനീറ, ഡിഫറെൻറ്റ് ഫോം അതർ ദാൻ ബാക്ടീരിയൻ സെൽ സ്ട്രക്ചർ ആൻഡ് ഫിസിയോളജിക്കൽ ഫംഗ്ഷൻ. സോ കിങ്ഡം മൊനീറ വാസ് ഫർദർ ഡിവൈഡഡ് ഇൻടു two kingdom, കിങ്ഡം ആർക്കി ആൻഡ് കിങ്ഡം ബാക്ടീരിയ. ആൻഡ് ഇറ്റ് വാസ് അമേരിക്കൻ സയൻറ്റിസ്റ്റ് കാൾ വൂസ് ഹു പ്രപ്പോസ് 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. അതായത് 5 കിങ്ഡത്തിൽ തന്നെ നമ്മൾ ആദ്യത്തെ മൊനീറ എടുക്കുമ്പം അതിൽ 2 ടൈപ്പ് ബാക്ടീരിയകളുണ്ട്. ആർക്കി ബാക്ടീരിയ ഉണ്ട്, സാധാരണ ബാക്ടീരിയ ഉണ്ട്. അപ്പോൾ അവർക്ക് വ്യത്യാസമുണ്ട്, അവ ഒരു കിങ്ഡത്തിൽ പെടേണ്ടതല്ല എന്ന് കാൾ വൂസ് കണ്ടെത്തി. അങ്ങനെ അവരെ വിഭജിച്ചുകൊണ്ട് 2 കിങ്ഡമാക്കി, കിങ്ഡം ആർക്കിയും കിങ്ഡം ബാക്ടീരിയയും. ഈ ഒരു 6 കിങ്ഡം വർഗീകരണം കൊണ്ടുവന്നത് നമ്മുടെ കാൾ വൂസ് ആണ്. അപ്പോൾ ഇതാ ഡൊമെയിൻ ബാക്ടീരിയ, ഡൊമെയിൻ ആർക്കി വരും, ഡൊമെയിൻ യുകെ, അങ്ങനെ 3 ഡൊമെയിനും കൂടെ വന്നു. സോ ഡൊമെയിൻ, കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷീസ് ഇങ്ങനെ വന്നു. അപ്പോൾ അതിൽ ഡൊമെയിൻ ബാക്ടീരിയ, ഡൊമെയിൻ ആർക്കി, ഡൊമെയിൻ യുക്കാരിയ വന്നു. അതിൽ കിങ്ഡം ബാക്ടീരിയ, കിങ്ഡം ആർക്കി, ബാക്കി കിങ്ഡം പ്രൊട്ടിസ്റ്റ, ഫഞ്ചൈ, പ്ലാന്റ്, ആനിമേലിയ. ഈ ഒരു ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നത് കാൾ വോസ് ആണ്. അപ്പം ഡൊമെയിൻ 3 എണ്ണം ഉണ്ടെന്ന് മനസ്സിലാക്കി വെക്കുക, ബാക്കി കിങ്ഡം 6 എണ്ണം. ഡൊമെയിൻ ബാക്ടീരിയ, ഡൊമെയിൻ ആർക്കി, ഡൊമെയിൻ യുക്കാരിയ. അപ്പോൾ ഇതേപോലെ നമ്മുടെ ഹോമോസാപ്പിയൻസിൻ്റെ കറക്റ്റ് ടാക്സോണമിക് ഹൈറാർക്കി എഴുതുമ്പോൾ ഇങ്ങനെ വരും. യുക്കാരിയ ആണ് നമ്മുടെ ഡൊമൈൻ വരിക, കിങ്ഡം ആനിമേലിയ, ഫൈലം കോഡേറ്റ, ക്ലാസ് മമ്മേലിയ ആണ്, ആൻഡ് ഓർഡർ പ്രൈമേറ്റ്സ്. ഓർഡർ എവിടെയാണ് വരിക? പ്രൈമേറ്റ്സുകളാണ്. പിന്നെ ഫാമിലി ഹോമിനിഡേ, ജീനസ് ഹോമോ, സ്പീഷ്യസ് സാപ്പിയൻസ്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് പലപ്പോഴായിട്ടും ചോദ്യം വന്നിട്ടുണ്ട് 3 മാർക്കിന്. ഇത് ഫില്ല് ചെയ്യാൻ പഠിക്കണം, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവസാനമായിട്ട് ഇതാ ഒരാളെ കൂടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ 5 കിങ്ഡത്തിലും 6 കിങ്ഡത്തിലൊന്നും എവിടെയും പെടാത്ത ഒരാളാണിത്, നമ്മുടെ വൈറസ് എന്ന് പറയുന്നത്. ഇവരൊരു സെല്ലായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഇവരെ കിങ്ഡത്തിൽ നമ്മൾ പെടുത്താത്തത്. ആകെ ഒരു പ്രോട്ടീൻ കോട്ടുണ്ട്, അതിൻ്റെ ഉള്ളിൽ ഒരു DNA ഉണ്ട്. ഇവരാണെന്ത്? നമ്മുടെ വൈറസ് എന്ന് പറയുന്നത്. സോ എ പാത്തജൻ കോസേറ്റീവ് ഓർഗാനിസം മെനി ഡ്രഡഡ് ഡിസീസ്, പല രോഗങ്ങളും കാരണമാകുന്ന ഒരു രോഗകാരിയാണ്. ഈസിലി ഓൺലി ഇവർക്ക് എന്താ ജീവനുള്ള ഒരു സെല്ലിലേ ജീവിക്കാൻ പറ്റുള്ളൂ. ഇനാക്റ്റീവ് ഔട്ട്സൈഡ് ദ സെൽ, സെല്ലിന് പുറത്തെന്താണ്? ഇവർ ഇനാക്റ്റീവാണ്. അപ്പോൾ കോശത്തിന് വെളിയിൽ നിർജീവമാണ്, ജീവകോശത്തിനുള്ളിലേ എനിക്ക് ജീവിക്കാനാവുകയുള്ളൂ. ആൻഡ് ആതിഥേയ കോശത്തിലെത്തിയാൽ അവിടെ വിഭവങ്ങൾ ഉപയോഗിച്ച് പെരുകി ആ കോശത്തെ നശിപ്പിച്ച് പുറത്തു വന്ന കോശങ്ങളെ പ്രവേശിക്കും. ആൻഡ്
ഇത് കണ്ടോ, ഇവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവർ പുറമേ ഇവർ തന്നെത്താനെ നിൽക്കുമ്പോൾ ഇവർ ഇനാക്റ്റീവാണ്. ജീവനുള്ള ഒരു ബോഡിയിൽ കയറിയാലാണ് ഇവർ ആക്റ്റീവ് ആവുക. അങ്ങനെ കയറിക്കഴിഞ്ഞാൽ അവിടെയുള്ള എല്ലാ കോശങ്ങളെയും നശിപ്പിച്ച് അവരുടെ പ്രതിരോധ ശേഷിയൊക്കെ നശിപ്പിച്ച് അവരെ കംപ്ലീറ്റ് നശിപ്പിക്കും. അതാണ് എന്താ വൈറസിൻ്റെ പ്രത്യേകത. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വൈറസിൻ്റെ ആ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മുന്നേ ഒരു ക്വസ്റ്റ്യൻ കണ്ടിരുന്നു, ആ ക്വസ്റ്റ്യൻ്റെ ആൻസറും കൂടെ ചെയ്യാം. മൊണീറ ഇൻക്ലൂഡ് യൂണിസെല്ലുലാർ ഓർഗാനിസം വിത്ത് ഡിസ്റ്റിങ് ന്യൂക്ലിയസ് ആണോ? അല്ല. ഡിസ്റ്റിങ് ന്യൂക്ലിയസ് ഉള്ള ന്യൂക്ലിയസോട് കൂടിയ ഏകകോശ ജീവികൾ വരുന്നത് എവിടെയാണ്? നമ്മുടെ മൊണീറയിലല്ല, ഇത് അമീബയാണ് കേട്ടോ. ഇത് തെറ്റാണ്. ആൻസർ അമീബയാണ്. അമീബ. 5 കിങ്ഡം വർഗീയരെ കൊണ്ടുവന്നത് R.H. വിറ്റേക്കറാണ്. 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ റോബർട്ട് H. വിറ്റേക്കർ. അത് ശരിയായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഹൗ ഈസ് മെത്തേഡ് ഓഫ് ഗിവിംഗ് സയന്റിഫിക് നെയിം ടു ഓർഗാനിസം നോൺ as? ഇത്തരത്തിലുള്ള ജീവികൾക്ക് ശാസ്ത്രീയമായ പേര് കൊടുക്കുന്നതിന് നമ്മൾ പറയുന്നത് എന്താണ്? ബൈനോമിയൽ നോമൻക്ലേച്ചർ. ബൈനോമിയൽ നോമൻക്ലേച്ചർ അല്ലെങ്കിൽ മലയാളത്തിൽ ദ്വിനാമ പദ്ധതി. ഇനി വാട്ട് ഡസ് വേർഡ് കാനിസ് ആൻഡ് ഫെമിലാരിസ് സയന്റിഫിക് നെയിം ഇൻഡിക്കേറ്റ്? കാനിസ് എന്ന് പറയുന്നത് എന്താണ്? ജീനസ് ആണ്. ജീനസ് ആണ്. ഫെമിലാരിസ് എന്ന് പറയുന്നത് സ്പീഷ്യസ് ആണ്. സ്പീഷ്യസ് ആണ്. അടുത്തത് ഐഡന്റിഫൈ ദ വേർഡ് പെയർ റിലേഷൻ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. 2 കിങ്ഡം കാർൾ ലിനേസ്, 5 കിങ്ഡം ആരാണ്? R.H. വിറ്റാക്കർ ആണ്. R.H. വിറ്റാക്കർ ആണ്. മഷ്റൂം, ഫംഗൈ, ബാക്ടീരിയ എന്ന് പറയുന്നത് കിങ്ഡം മൊണീറ. കിങ്ഡം മൊണീറ. അരിസ്റ്റോട്ടൽ ഫാദർ ഓഫ് ബയോളജി, കാർൾ ലിനേസ് എന്താണ്? ഫാദർ ഓഫ് മോഡേൺ ടാക്സോണമി. ആധുനിക വർഗീകരണ ശാസ്ത്രത്തിൻ്റെ പിതാവ്. ആധുനിക വർഗീകരണ ശാസ്ത്രത്തിൻ്റെ പിതാവാണ് ആര്? നമ്മുടെ കാർൾ ലിനേസ് എന്ന് പറയുന്നത്. ഇനി ഗോൾഡൻ ഷവർ, കാഷ്യ ഫിസ്റ്റുല, കോർവസ് സ്പ്ലെൻഡൻസ് എന്ന് പറയുന്നത് എന്താണ്? ക്രോ, കാക്കയാണ് അല്ലേ. ചരക ഫാദർ ഓഫ് ആയുർവേദ, ഫാദർ ഓഫ് ബോട്ടണി നമ്മൾ പഠിച്ചിരുന്നു. തിയോഫ്രാസ്റ്റസ് ആണ്. തിയോഫ്രാസ്റ്റസ്. അപ്പം ഇതുപോലെ പദങ്ങൾ തന്നിട്ട് ഫില്ല് ചെയ്യാൻ ചോദിക്കും. ഇമ്പോർട്ടൻ്റ് ആണ്, മറന്നു പോകരുത്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ വീഡിയോസ് ആയിട്ട് മിസ് വീണ്ടും വരാം. അപ്പം സ്പീഷ്യസ് എന്ന പദം കണ്ടുപിടിച്ചത് ആരാണെന്നും കൂടി ഇന്ത്യ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത ചാപ്റ്ററും അടിപൊളിയായിട്ട് സെറ്റ് ആക്കണം. നമുക്ക് ക്രിസ്മസ് എക്സാമിന് ഫുൾ മാർക്കിന് ബയോളജിക്ക് മേടിക്കണം. സോ ഓൾവേസ് മക്കളി, ബൈ.